സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. എൻ ഹൃദയം ധ്യാനിക്കുന്നോനെ, എന്നുള്ളം വാഞ്ചിക്കുന്നോനെ, എൻ സർവം ദാഹിക്കുന്നോനെ, എൻ മനസ്സിൽ ആനന്ദമേ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. പാപിയാമെന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാമെന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. പാപിയാമെന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാമെന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ ഒരു അനുഗ്രഹീതമായ പാട്ടിലൂടെ കേൾക്കാനും ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനും കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ക്രൂശിലെ സ്നേഹത്തെ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഖേദങ്ങളെല്ലാം, എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറിടും നിശ്ചയമായി. കാരണം എന്നെ ഇത്ര ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന ആ ഉറപ്പിൻ്റെ മുൻപിൽ, ആ സ്നേഹത്തിൻ്റെ മുൻപിൽ, ആ തികഞ്ഞ സ്നേഹത്തിൻ്റെ മുമ്പിൽ എല്ലാ ഭയവും എന്നെ വിട്ടുപോവുകയാണ്. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുവാൻ, എന്നെ ഇത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം എനിക്കായി നൽകിയെങ്കിൽ എന്നെ സ്നേഹിച്ചല്ലേ പുത്രനായ ക്രിസ്തു ഈ യാതനകളും കഷ്ടതകളും അടികളും നിന്ദകളും പീഡകളും ഒക്കെ ഏറ്റെടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നമുക്ക് വേണ്ടി ഉണ്ട്. സ്റ്റിൽ ദാറ്റ് ലവ് ഈസ് വർക്കിംഗ് ഫോർ മീ. ഇപ്പോഴും ആ സ്നേഹം എനിക്കായി പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഇപ്പോഴും അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന വെളിപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ എന്തെങ്കിലുമൊക്കെ സ്നേഹം കുറഞ്ഞു പോയാലോ, മനുഷ്യൻ്റെ കരുതലോ സ്നേഹമോ നഷ്ടപ്പെട്ടാലോ ഒക്കെ അതെല്ലാം ഈ സ്നേഹം നികത്തിക്കളയും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പനിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, അമ്മയിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, സഹോദരങ്ങളിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, ഭർത്താവ്
ഭർത്താവിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, ഭാര്യയിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, നിങ്ങളുടെ ഇടവക വികാരിയിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, നിങ്ങളുടെ പാസ്റ്ററിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, നിങ്ങളുടെ മക്കളിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം, ഈ നഷ്ടപ്പെട്ട സ്നേഹങ്ങളെല്ലാം പലിശ സഹിതം നിങ്ങൾക്ക് തിരിച്ചു തന്ന് നിങ്ങളെ സ്നേഹിക്കാൻ യേശു മതിയായവനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, എൻ്റെ ദയ നിന്നോട് വലുതായിരിക്കുന്നു. നിത്യസ്നേഹം അതൊരു സീസൺ ലവ് അല്ല, അതൊരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം വെളിപ്പെടുന്ന ഒരു സ്നേഹമല്ല, കാര്യസാധ്യതകൾക്ക് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരാവേശ പ്രകടനമല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം. അത് നിത്യമാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് നിലവാരം ഉള്ളതാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഞങ്ങളെ പ്രസംഗിക്കാൻ നിർബന്ധിക്കുന്നത് ഈ സ്നേഹമാണ്, ഞങ്ങളെ പാടാൻ നിർബന്ധിക്കുന്നത് ഈ സ്നേഹമാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ഫോഴ്സ് ചെയ്യുന്നത് ഈ ലവ് ഓഫ് ജീസസ് ആണ്, ലവ് ഓഫ് ഗാഡ് ആണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ജീവിക്കുന്നവർ ഇനി താങ്കൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ബൈബിൾ പറയുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. അപ്പം ആളുടെ പേരവിടെ എഴുതിയിട്ടില്ല. സാധാരണ നിലയിൽ അത് എഴുതേണ്ടതാണ്. ഇന്നാള് മരിച്ചു എന്ന് പത്രത്തിൽ പേര് കാണും, അല്ലെങ്കിൽ ആ ന്യൂസിൽ പേര് വരും. എന്നാൽ ഇവിടെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി താങ്കൾക്കായിട്ടല്ല, തങ്ങൾക്കായി മരിച്ചവനായി ജീവിക്കേണ്ടതിനെന്നും പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി മരിച്ച ആൾ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ചിലർ മരിച്ചത്, രക്തസാക്ഷിയായത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ചിലർ മരിച്ചത് രോഗം നിമിത്തമാണ്. ചിലർ മരിച്ചത് വാർദ്ധക്യ സഹജമായ പ്രശ്നം നിമിത്തമാണ്. ചിലത് ആത്മഹത്യയാണ്, ചിലത് അപകടമരണമാണ്, ചിലത് രോഗമരണമാണ്. പക്ഷെ യേശുവിൻ്റെ മരണം അപകടമരണമല്ല, രോഗത്താൽ ഉണ്ടായ മരണമല്ല, ആത്മഹത്യയല്ല, മറ്റൊന്നുമല്ല. അതൊരു പകരമരണമായിരുന്നു, അതൊരു പ്രായശ്ചിത്ത മരണമായിരുന്നു. ഞാൻ മരിക്കേണ്ടടുത്ത്, നിങ്ങൾ മരിക്കേണ്ടടുത്ത് എനിക്കായി നിങ്ങൾക്കായി യേശു ക്രൂശിൽ മരിച്ചു. ഞാനും നിങ്ങളും ജീവിക്കുവാൻ, ഞാനും നിങ്ങളും അനുഗ്രഹീതരാകുവാൻ, എനിക്കും നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, എന്നേക്കുമായി പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ അവകാശിയാക്കുവാൻ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ യേശുവിൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുവാൻ. അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്ന നാം താങ്കൾക്കായിട്ടല്ല ജീവിക്കേണ്ടത്, നമുക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിനായിട്ട് ജീവിക്കാം. പ്രാണൻ പോകുവോളം ജീവൻ തന്നവനെ, ഭൂവിൽ ആരിലും കാണാത്ത ആ മകൾ സ്നേഹമേ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ.